ഹലോ ഓൾ. നമ്മൾ ഇന്ന് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന്റെ സിലബസ് അനാലിസിസ് ആണ്. നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിന്റെ സിലബസ് നമ്മൾ അനലൈസ് ചെയ്യാണ്. ഇപ്പോൾ നമുക്കറിയാം അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും അതിന്റെ ആപ്ലിക്കേഷന്റെ ഒരു അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് എല്ലാവരും ഇപ്പോൾ ഉള്ളതെന്ന് അറിയാം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് 357/2025 എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണ്. അതിൽ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 39,500 തൊട്ട് 83,000 വരെയാണ് അതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. വേക്കൻസി എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് ആണ്. അത് എക്സാക്ട്ലി എത്ര നമ്പർ ആണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ആന്റിസിപ്പേറ്റഡ് ആണ്. നമുക്കൊരു നല്ലൊരു എമൗണ്ട് പ്രതീക്ഷിക്കാം. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ 18 വയസ്സിനും 36 വയസ്സിനും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/10 അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അത് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പൊ അത് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അപ്ലൈ ചെയ്യുക. അത് നമ്മൾ ഒരുപാട് വൈകിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ അതങ്ങ് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ഇതിന്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ഉള്ളവർക്കും അതേപോലെ തന്നെ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗിൽ ബിടെക് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന്റെ തുല്യമായിട്ടുള്ള വേക്കൻസി തുല്യമായിട്ടുള്ള ഇക്വലൻസി അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനും അവരതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ എംടെക് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ എംടെക് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എംടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നിലവിൽ ലാസ്റ്റ് ഇതിന്റെ അവസാന തവണ വിളിച്ച സമയത്ത്, അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് ലാസ്റ്റ് പ്രീവിയസ് എക്സാം നടന്നത് 124/2021 എന്ന് പറഞ്ഞ കാറ്റഗറിയിലായിരുന്നു ആ ഒരു എക്സാം നടന്നിരുന്നത്. അപ്പൊ അതിൽ ഓൾറെഡി ഇപ്പം ആ സമയത്തൊരു 83 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലൊരു ഇപ്പോൾ ഓൾമോസ്റ്റ് 121 ആളുകളെ അഡ്വൈസ് ഇപ്പോൾ പോയിട്ടുണ്ട്. ഇപ്പോഴും പ്രസന്റ്ലി അത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അതിൻ്റെ അകത്ത് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് 470 പേര്, സപ്ലിമെന്ററി ലിസ്റ്റിൽ 216 പേരും ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ വന്നിരുന്ന ടോട്ടൽ ടോപ്പറിന്റെ മാർക്ക് എന്ന് പറയുന്നത് 87 ആയിരുന്നു മാക്സിമം മാർക്ക് വന്നിരുന്നത്. കട്ട് ഓഫ് മാർക്ക് വരുന്നത് ഒരു 51 റേഞ്ചിലായിരുന്നു കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മിനിമം മാർക്ക് എത്ര വന്നു എന്നുള്ളത് 51 ആയിരുന്നു കട്ട് ഓഫ് മാർക്കായിട്ട് ആ സമയത്ത് വന്നിരുന്നത്. ദെൻ നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓൾറെഡി നമ്മൾ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എല്ലാം വന്ന് നമ്മൾ അതിന്റെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് തന്നെ നമ്മളതിന്റെ കുറെ ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ സിലബസിലേക്കൊന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കടക്കാം. അപ്പൊ അതില് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഇത് നമ്മുടെ എല്ലാ PSC എക്സാമുകളെയും പോലെ തന്നെ ടോട്ടൽ മാർക്ക് 100 മാർക്കാണ് ക്വസ്റ്റ്യൻ. 100 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് 1/3 ആണ്. അത് നമുക്ക് അറിയാവുന്നതാണ്. നമ്മള് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുമ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ 1/3 മാർക്ക് കുറയും എന്നുള്ളത് മാത്രമല്ല, ശരിയായിട്ടുള്ള ഒരു ഉത്തരത്തിന്റെ ഒരു മാർക്കും കൂടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ടോട്ടൽ 1 മാർക്കും പ്ലസ് 1/3 മാർക്കും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. എങ്കിലേ നമുക്ക് ഈ മാക്സിമം നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് മാർക്കിംഗ് നമ്മൾ കുറയ്ക്കാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് കോൺഷ്യസ് ആയിട്ട് ഉണ്ടാവണം. നമ്മൾ വെറുതെ കാടടച്ച് കയറി ഏതെങ്കിലും അറ്റത്തുനിന്നും തുമ്പത്തുനിന്നൊക്കെ പഠിച്ചിട്ട് നമ്മൾ പോയി ആൻസർ ചെയ്യുമ്പം ഇങ്ങനെയുള്ള നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് സ്വാഭാവികമായിട്ടും നമ്മുടെ കേസിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അറ്റത്തുനിന്നും തുമ്പത്തുനിന്നും ഒന്നും പഠിക്കാതെ വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് സിലബസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഇപ്പം PSCയിൽ നമുക്ക് സിലബസ് എല്ലാം തരും, സിലബസ് വരും, പർട്ടിക്കുലർ ആയിട്ടുള്ള സിലബസ് വരും. പക്ഷെ എന്നാലും അവർ ഏറ്റവും താഴെ നോട്ടായിട്ട് കൊടുത്തിരിക്കും. അതായത് ഈ പറയുന്ന സിലബസ് മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല എക്സാമിന് ഉണ്ടാവുക, കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയും. പക്ഷെ നമുക്കത് എക്സ്ക്ലൂസീവ്ലി നമുക്കത് പഠിക്കാനായിട്ട് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. നമ്മൾ കാടടച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് സ്ട്രിക്റ്റ് സിലബസ്, നമ്മുടെ സിലബസ് എന്താണോ കറക്റ്റ് ആ ഒരു സിലബസ് തന്നെ വെച്ച് പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കാര്യം. കാരണം നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് ഏറ്റവും മാക്സിമം നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് ഒഴിവാക്കണം. ഓക്കെ. അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്.
ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആണ്, 90 മിനിറ്റ്, 1.5 മണിക്കൂറാണ് ടോട്ടൽ ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 1.5 മണിക്കൂറിൽ 100 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ 1.5 മണിക്കൂറിൽ 100 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതായത് ഒരു ക്വസ്റ്റിന് 1 മിനിറ്റും കുറച്ച് ചില്ലറ സെക്കൻഡുകളും കിട്ടും. ഓക്കെ, അപ്പോൾ 1 മിനിറ്റ് ആണ് സമയം തന്നിരിക്കുന്നത്. അപ്പോൾ 1 മിനിറ്റിലേക്ക് നമുക്ക് ആലോചിച്ച് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വളരെ കട്ടിയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, തീരെ എളുപ്പത്തിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യനും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. 90 മിനിറ്റ് ഉള്ളതുകൊണ്ട് 1 മിനിറ്റ് നമുക്ക് ആലോചിക്കാനായിട്ടുള്ള ഒരു സമയം ഉണ്ട് എന്നുള്ളത് കൊണ്ട് കുറച്ച് ടഫായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വളഞ്ഞ വഴി ചിന്തിക്കേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യനുകളും ഉണ്ടാവാം. വളഞ്ഞ വഴിയല്ല, നേരായ വഴി തന്നെ, പക്ഷെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡെപ്തിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും അവിടെ ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, ഇപ്പോഴത്തെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൂടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിതിനെ 5 മൊഡ്യൂളുകളായിട്ടാണ് മൊത്തത്തിൽ നമ്മുടെ സിലബസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5. അപ്പൊ ഇതില് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് 10 മാർക്കിന്റെ ആണ്. സെക്കൻഡും തേർഡും 15 മാർക്ക് വെച്ചുകൊണ്ടുള്ള 2 മൊഡ്യൂളുകളുണ്ട്. ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് 35 മാർക്കിന്റെ ആണ്. ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ 25 മാർക്കിന്റെ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് ഏത് മൊഡ്യൂളിലാണെന്നുള്ളത് അല്ലെങ്കിൽ ഏത് ഏരിയക്ക് ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് ഇംപ്ലിസിറ്റ്ലി ഇതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. മൊഡ്യൂൾ 4നും അതുപോലെ തന്നെ മൊഡ്യൂൾ 5നും നല്ല വെയിറ്റേജ് ഉണ്ട്. പക്ഷെ എന്ന് കരുതി നമ്മൾ ബാക്കി മൊഡ്യൂളുകൾ നമ്മൾ വിട്ടുപോകണം എന്നുള്ളതല്ല. ബാക്കി മൊഡ്യൂളുകളും അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ എഫക്റ്റീവ്ലി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 4ഉം മൊഡ്യൂൾ 5ഉം ഉറപ്പായിട്ടും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഏരിയ ആയിട്ട് മാറും. മൊഡ്യൂൾ 4ഉം മൊഡ്യൂൾ 5ഉം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, കാരണം അതെല്ലാവരും പഠിക്കും. അതുകൊണ്ട് എല്ലാവരും പഠിക്കും എന്നുള്ളത് കൊണ്ട് നമുക്കൊരു കാരണവശാലും അതിൽ നിന്ന് നമുക്ക് മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മൊഡ്യൂൾ 4ഉം മൊഡ്യൂൾ 5ഉം നന്നായിട്ട് തന്നെ പഠിക്കണം. ബാക്കിയുള്ള മൊഡ്യൂളുകൾ എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആ സിലബസുകളിലേക്ക് പോകാം. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് എന്താണ്, മൊഡ്യൂൾ 2 എന്താണ്, അതിൽ ഓരോ സബ്ജക്റ്റും ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലായെങ്കിലേ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിന്റെ പോർഷനാണ്. അപ്പം നമ്മൾ ബിടെക്കിനെ നമ്മൾ പഠിക്കുന്ന മാത്തമാറ്റിക്സ് 5 സെമസ്റ്ററുകളായിട്ട് പഠിക്കുന്ന മാത്തമാറ്റിക്സിന്റെ പോർഷൻസ് ആണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് മെട്രിക്സ് ഉണ്ട്, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഉണ്ട്, വെക്ടർ ഡിഫറൻഷിയേഷൻ ഉണ്ട്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ട്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്, കോംപ്ലക്സ് അനാലിസിസ് ഉണ്ട്, ഫോറിയർ സീരീസ് ഉണ്ട്. അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് ആദ്യത്തെ 10 മാർക്കിനായിട്ട് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗേറ്റ് ലെവലിൽ നമ്മൾ ഇതിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. ഗേറ്റ് ലെവലിലൊക്കെ നമ്മൾ ഗേറ്റിന്റെ കുറച്ചുകൂടെ ടഫർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് ഗേറ്റിൽ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ഇവിടെ നമുക്ക് അത്രയും പ്രശ്നമുള്ളതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിംപ്ലർ ആയിട്ടുള്ള നമുക്ക് 1 മിനിറ്റിനൊക്കെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു എക്സാമിന് ചോദിക്കുക. അപ്പൊ പ്രീവിയസ് ഇയറിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കഴിഞ്ഞ വർഷം ഏറ്റവും ലാസ്റ്റ് നടന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാമിന് ചോദിച്ചിരുന്നതിലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. അതായത് മെട്രിക്സ് ആ പോർഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. അത് പ്രധാനമായിട്ടും മെട്രിക്സ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതിൻ്റെ അകത്ത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ അതിൻ്റെ അകത്ത് റാങ്ക് ഓഫ് ദ മെട്രിക്സോ അല്ലെങ്കിൽ ഏഗൺ വാല്യൂസോ ഇതൊക്കെയാണ് അവിടെ ചോദിക്കാനായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മെട്രിക്സ് എന്ന് പറഞ്ഞ പോർഷനിൽ നിന്ന് ചോദിക്കുക. അതേപോലെ തന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. വെക്ടർ ഡിഫറൻഷിയേഷൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലാപ്ലാസ് ട്രാൻസ്ഫോം, അതായത് ഈ പറയുന്ന എല്ലാ പോർഷനിൽ നിന്നും ഈ പറയുന്ന എല്ലാ സബ് പോർഷനുകളിൽ നിന്നും ഇതിനെയും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് സിലബസ് ഇത് പ്രീവിയസ് നടന്ന എക്സാമിന്റെ സിലബസ് ആണ്. അതിന്റെ സിലബസിന്റെ ടൈറ്റിൽ മാത്രമേ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. അതിന്റെ ഇൻഡെപ്ത് ഏതൊക്കെ പോർഷൻസ് ഉണ്ടെന്ന് സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സിലബസിന്റെ അകത്ത്. ലാസ്റ്റ് വന്ന എക്സാമിന്റെ കേസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതില് മെട്രിക്സിൽ നിന്ന് 2 മാർക്കിന്, പാർഷ്യൽ ഡിഫറൻഷിയേഷനിൽ നിന്ന് 2 മാർക്ക്, അങ്ങനെ എല്ലാ ഏരിയയിൽ നിന്നും റെപ്രസെന്റേഷൻ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലയിൽ നിന്നും 1 മാർക്കിനെങ്കിലും മിനിമം വെച്ച് ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എല്ലാത്തിൽ നിന്നും ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അന്ന് 10 മാർക്കിനാണ് ഈ മാത്സ് എന്ന് പറഞ്ഞ ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കുന്നത്. മൊഡ്യൂൾ 1ൽ നിന്ന് ചോദിക്കുന്നത് ഈ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത മൊഡ്യൂളിലേക്ക് പോവാം. മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോൾ
ഇത് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ സിലബസ് ആണ്, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഏരിയ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് സിവിൽ എഞ്ചിനീയറിംഗിലെ പോർഷൻസ് ഏതൊക്കെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്സ് വരും, പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് വരും, ഇൻട്രൊഡക്ഷൻ ടു സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വരും, ബിൽഡിംഗ് മെറ്റീരിയൽസ് വരും, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വരും, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് വരും, പിന്നെ അതുപോലെ തന്നെ അനാലിസിസ് ഓഫ് റെയിൽസും വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടോട്ടൽ ചോദിച്ചിരിക്കുന്നത് 15 മാർക്കിന്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ഇതിന് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ മെക്കാനിക്സിന്റെ അകത്ത് നമ്മൾ എഞ്ചിനീയറിംഗ് ബിടെക്കിൽ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉൾപ്പെടും. അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉൾപ്പെടും. അതേപോലെ തന്നെ സ്ട്രക്ചറൽ അനാലിസിസ്, ഈ ഒരു 3 സബ്ജക്റ്റുകളും മെക്കാനിക്സ് ഓഫ് സോളിഡ്സും എഞ്ചിനീയറിംഗ് മെക്കാനിക്സും അതുപോലെ തന്നെ സ്ട്രക്ചറൽ അനാലിസിസും, ഈ 3 സബ്ജക്റ്റും കൂടെ ചേരുന്നതാണ് ഈ മെക്കാനിക്സ് എന്നുള്ള പോർഷൻ. അതിൽ കൂടുതലും ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സും അതുപോലെ തന്നെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ട്രക്ചറൽ അനാലിസിസ് ഇതിന് മുന്നേ അങ്ങനെ ചോദിച്ചിട്ടില്ല, പ്രോബ്ലം ചോദിച്ചിട്ടില്ല, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ആദ്യം നമ്മൾ പറയുന്ന എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്നും അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ഈ ഒരു 2 പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ടോട്ടൽ 3 ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം പിന്നെ പഠിക്കുന്നതാണ് പ്ലെയിൻ ആൻഡ് RCC, നമ്മുടെ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. അതിൽ ആ ഒരു പോർഷനിൽ നിന്ന് 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. ദെൻ പിന്നെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ നിന്ന് 2 മാർക്ക് ചോദിച്ചിട്ടുണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്ന് 1 മാർക്ക്, ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നിന്ന് 2 മാർക്ക്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ നിന്ന് 2 മാർക്ക്, അനാലിസിസ് ഓഫ് റേറ്റിൽ നിന്ന് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പറയുന്ന എല്ലാ പോർഷനിൽ നിന്നും ഒരു റെപ്രസെന്റേഷൻ ഇവിടെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. എല്ലാ ക്വസ്റ്റിനിൽ നിന്നും മിനിമം 1 ക്വസ്റ്റൻ എങ്കിലും ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സബ്ജക്ട് സ്കിപ്പ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എക്സ്ക്ലൂസീവ്ലി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരെ പറയുന്ന ആ പോർഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ മിനിമം ചോദിച്ചിട്ടുണ്ട്. അത് ഈ 2 മൊഡ്യൂളുകൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമല്ല, ഇനിയുള്ള വരാനിരിക്കുന്ന മൊഡ്യൂളുകൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ പോർഷൻ എൻറ്റയർലി അതിൽ നിന്ന് മിനിമം 1 ക്വസ്റ്റ്യൻ എങ്കിലും ഇവിടെ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ടൈമിൽ നടന്ന എക്സാമിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത മൊഡ്യൂൾ 3 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതും 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 15 ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിന്റെ കേസിലും ഉണ്ടാവുക. സർവേയിങ്ങിന്റെ കേസിൽ സർവേയിങ്ങിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പ്രീവിയസ് ഇയർ. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, ഇപ്പം ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഫ്ലൂയിഡിന്റെ സ്റ്റാറ്റിക്സ് വരും, ഡൈനാമിക്സ് വരും, അതുപോലെ തന്നെ ഹൈഡ്രോളിക് മെഷീൻസിന്റെ കേസിലും അതും കയറി വരും. അത്രയും ടോപ്പിക്കുകളുടെ ഉൾപ്പെട്ടിട്ടാണ് ഈ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒരു വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ ഹൈഡ്രോളജിയുടെ പോർഷൻസും വരും, ഇറിഗേഷന്റെ പോർഷൻസും വരും. അപ്പൊ അതിൽ നിന്ന് മൊത്തം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ സോയിൽ മെക്കാനിക്സിന്റെ പോർഷൻസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫൗണ്ടേഷന്റെ പോർഷൻസും വന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് അർബൻ പ്ലാനിംഗ് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈവേയും റെയിൽവേയും എയർപോർട്ടും ഇത് 3ഉം ഉൾപ്പെടും. പിന്നെ അർബൻ പ്ലാനിംഗ്, ഇത് ഇത്രയും ചേരുമ്പോൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ അപ്പം നമ്മുടെ ഈ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 3യും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ പോർഷൻസ് ആയി. ഓക്കെ, മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 3യും കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം മൊഡ്യൂൾ 3 ആണ് ഇപ്പം സർവേയിങ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, അർബൻ പ്ലാനിങ്. ദെൻ മൊഡ്യൂൾ 2 വരുമ്പോഴത്തേക്കും മെക്കാനിക്സ്, അതിൻ്റെ അകത്ത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സും സ്ട്രക്ചറൽ അനാലിസിസും ഇൻക്ലൂഡഡ് ആണ് മെക്കാനിക്സിൽ. പിന്നെ RCC ഉണ്ട്, സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ട്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഉണ്ട്, അനാലിസിസ് ഓഫ് റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു പോർഷൻ, എൻറ്റയർ പോർഷൻ എന്താണ്, മൊഡ്യൂൾ 2ലും മൊഡ്യൂൾ 3ലും കംപ്ലീറ്റഡ് ആയി. ഇനി മിച്ചമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ് മിച്ചമുള്ളത്. അതാണ് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. അപ്പൊ മൊഡ്യൂൾ 4ന്റെ അകത്ത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ് വരുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മളിവിടെ വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് റോ വാട്ടർ ആണ്. റോ വാട്ടറിന്റെ ക്വാളിറ്റിയും ടെസ്റ്റിംഗും കാര്യങ്ങളെല്ലാം വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് 7 മാർക്കിന് 7 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. ഈ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ടോട്ടൽ 35 മാർക്കിനാണ് മൊഡ്യൂൾ 4 വരിക. 35 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 35 ക്വസ്റ്റ്യൻസിൽ റോ വാട്ടറിൽ നിന്ന് മാത്രം 7 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വേസ്റ്റ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടറിൽ നിന്നും ഇതേപോലെ തന്നെ 8 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതായത് ഈ റോ വാട്ടറും
അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടറും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ തന്നെ 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ മൊഡ്യൂൾ 2 എന്ന് പറയുന്നതും മൊഡ്യൂൾ 3 എന്ന് പറയുന്നതും 15 മാർക്കിനായിരുന്നു. അപ്പൊ അത്രയും വെയിറ്റേജ് ആർക്ക് മാത്രമുണ്ട്, അത്രയും പോർഷൻ നമ്മൾ പഠിക്കുമല്ലോ. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ മൊഡ്യൂൾ 2 നമ്മൾ മെക്കാനിക്സ് പഠിച്ചു, ആ മെക്കാനിക്സും അതുപോലെ തന്നെ RCC പഠിച്ചു, സ്റ്റീൽ പഠിച്ചു, ബിൽഡിംഗ് മെറ്റീരിയൽസ് പഠിച്ചു, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പഠിച്ചു, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, അനാലിസിസ് ഓഫ് റേറ്റ്സ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുള്ളൂ? 15 മാർക്കേ കിട്ടുള്ളൂ. ഇവിടെ മൊഡ്യൂൾ 4 നമ്മൾ നോക്കിക്കേ, അതിൻ്റെ അത് വാട്ടറും റോ വാട്ടറിന്റെ ക്വാളിറ്റിയും വേസ്റ്റ് വാട്ടറിന്റെ ക്വാളിറ്റി, ആ 2 ഏരിയയിൽ നിന്ന് മാത്രമായിട്ട് 15 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതായത് ഒരൊറ്റ സബ്ജക്ട് പഠിക്കുമ്പോൾ തന്നെ അത്രയും സബ്ജക്റ്റിന്റെ മാർക്ക് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത്രയും പോർഷൻ നമ്മളിവിടെ പഠിക്കേണ്ട. ഈ റോ വാട്ടറിന്റെയും വേസ്റ്റ് വാട്ടറിന്റെയും അതിൽ എന്തെങ്കിലും ഒരു നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് വളരെയധികം താഴോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഈ റോ വാട്ടറും അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞ ഈ 2 പോർഷൻ എന്നുള്ളത്. ഓക്കെ, അത് നമ്മളിവിടെ അല്ലാതെയുള്ള ഏക്കൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഈ റോ വാട്ടറിന്റെ ഇത് നമ്മൾ മറ്റ് എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പഠിച്ചു പോകുന്ന ഒരു ഏരിയ തന്നെയാണ് റോ വാട്ടറും അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടറും. അതുകൊണ്ട് നമുക്കത് വലിയൊരു പ്രശ്നമല്ല നമ്മളെ സംബന്ധിച്ച്. പക്ഷെ കുറച്ചുകൂടെ നമ്മൾ അവിടെ തെറ്റ് വരുത്താതെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പിന്നെ അതിനുശേഷമുള്ളതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ്. അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. എയർ പൊല്യൂഷൻ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഷുവർ ആയിട്ടുണ്ടാവും. എയർ പൊല്യൂഷൻ ഒരുപാട് വലിയൊരു ടോപ്പിക് ഒന്നും അല്ല, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് എയർ പൊല്യൂഷൻ. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ നിന്ന് ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ന്യൂക്ലിയർ വേസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, നോയിസ് പൊല്യൂഷൻ ഒരു ക്വസ്റ്റ്യൻ, പൊല്യൂഷൻ ടൈപ്സ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഉള്ളത് ഒരു എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ഉണ്ട്. എൻവയോൺമെന്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മുടെ മറ്റ് PSCകളിലൊന്നും നമ്മൾ ആ രീതിയിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അത് കൂടുതലും എൻവയോൺമെന്റൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഈ ഏരിയ എന്ന് പറയുന്നത് അത് വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരുപാട് പ്രോട്ടോകോളുകളുണ്ട്. അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറെ പ്രോട്ടോകോൾ, ക്യോട്ടോ പ്രോട്ടോകോളും അങ്ങനെ കുറെ സമ്മിറ്റുകൾ നടന്ന് ആ സമ്മിറ്റുകളിൽ കുറെ തീരുമാനങ്ങൾ എടുക്കുകയും നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും അങ്ങനെ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ അല്ലെങ്കിൽ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നൊക്കെ പറയുന്നതും. പിന്നെ അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്ട്മെന്റ് അസസ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻവയോൺമെന്റൽ മാനേജ്മെന്റും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എൻവയോൺമെന്റൽ മാനേജ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും ഗ്രീൻ ടെക്നോളജീസും ഒക്കെയാണ് പിന്നെ ഉള്ള ആ ഒരു പോർഷൻ. അപ്പൊ ഈ മൊഡ്യൂൾ 4 എന്ന് പറയുന്ന എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ഇത്രയും ഏരിയാസ് കവർ ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ഇതാണ് ഏറ്റവും വെയിറ്റേജ് ഉള്ള, ഏറ്റവും നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മുടെ റോ വാട്ടറും അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടറും. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട എയർ പൊല്യൂഷൻ പഠിക്കണം, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, എൻവയോൺമെന്റൽ മാനേജ്മെന്റ്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ അതിന്റെ ബ്രേക്ക് ഡൗൺ, അതായത് ഈ ഓരോ എൻവയോൺമെന്റൽ മാനേജ്മെന്റിൽ എന്തൊക്കെയാണ് പോർഷൻസ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സിലബസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി പ്രീവിയസ് ഇയറിൽ ലാസ്റ്റ് നടന്ന എക്സാമിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് കുറച്ചുകൂടെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ സബ്ജക്റ്റ് ആണ് ലാസ്റ്റ് ഉള്ളത്. അത് 25 മാർക്കിനാണ് കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ പോർഷൻസ് വരുന്നത്. അപ്പൊ അതിൽ പ്രോസസ് കാൽക്കുലേഷൻ ഉണ്ട്, മെറ്റീരിയൽ ബാലൻസസ് ഉണ്ട്, വേപ്പർ പ്രഷർ ഉണ്ട്, തെർമോഡൈനാമിക്സ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്, കെമിക്കൽ റിയാക്ഷൻ ഇക്വിലിബ്രിയം ഉണ്ട്, കെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഹെട്രോജനസ് റിയാക്ഷൻസ് ഉണ്ട്, ഫ്ലൂയിഡ് റിയാക്ഷൻസ് ഉണ്ട്, പ്രോസസ് ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്. അപ്പൊ ഇതില് ഈ ഒരു സബ്ജക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിടെക്കില് കുറെ ആളുകളെങ്കിലും ബിടെക്കില് ഫസ്റ്റ് ഇയറിൽ കെമിസ്ട്രി അത്യാവശ്യം പഠിച്ചിട്ടുണ്ടാവും. കെമിസ്ട്രി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നുണ്ടാവും. ഇക്വേഷൻസ് ചെയ്യുന്നതും ഇക്വിലിബ്രിയം ഒക്കെ ചെയ്യുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ തെർമോഡൈനാമിക്സ് ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ തെർമോഡൈനാമിക്സിൽ നിന്നാണ് ഇതിനകത്ത് 9 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് ഈ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ പോർഷനിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് വളരെ അന്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് കരുതേണ്ട ആവശ്യമില്ല. നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു സബ്ജക്റ്റ് മാത്രമാണ്. കാരണം നമ്മൾ ഈ ഒരു കെമിസ്ട്രി ആയിട്ട് അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് നമ്മൾ കടന്നില്ലെങ്കിലും കെമിസ്ട്രിയുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. തെർമോഡൈനാമിക്സ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോർഷൻസ് നമുക്ക് ഈസി ആയിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതിന് സിവിലിയൻസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള ഹെൽപ്പും ഉണ്ടാവും. ഈ പറയുന്ന പോർഷൻസ്, അതായത് മാത്തമാറ്റിക്സിന്റെ പോർഷൻ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന ഈ കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ പോർഷൻസ് ആയാലും ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സിവിലിയൻസ് എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സിവിലുകാരാണ്, അതുകൊണ്ട് മറ്റേ കെമിസ്ട്രി ആയിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സിലബസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 4-നും മൊഡ്യൂൾ 5-നും ആണെങ്കിൽ പോലും എല്ലാവരും ആ സബ്ജക്ട് പഠിക്കും, അല്ലെ? മൊഡ്യൂൾ 4-നും മൊഡ്യൂൾ 5-നും വെയിറ്റേജ് കൂടുതലായതുകൊണ്ട് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് പഠിക്കണം? മൊഡ്യൂൾ 4-ഉം മൊഡ്യൂൾ 5-ഉം. അപ്പൊ എല്ലാവരും അത് ഉറപ്പായിട്ടും പഠിക്കും. അപ്പൊ നമുക്ക് ആ ഒരു പോർഷനിൽ നിന്നും നെഗറ്റീവ് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളും പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നെഗറ്റീവ് ഉണ്ടാവും ആ പോർഷനിൽ നിന്ന്, അതായത് മൊഡ്യൂൾ 4-നും മൊഡ്യൂൾ 5-നും നെഗറ്റീവ് ഉണ്ടാക്കരുത്. അതേപോലെ തന്നെ ബാക്കിയുള്ള പോർഷൻസും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ബാക്കിയുള്ള പോർഷൻസ് എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ 2-ഉം മൊഡ്യൂൾ 3-യും നമ്മൾ ഓൾമോസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. മൊഡ്യൂൾ 2-ഉം മൊഡ്യൂൾ 3-യും നമുക്ക് കുറച്ചുകൂടെ അറിയാവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു എളുപ്പം ഉണ്ടാകും ആ ഒരു പോർഷൻസ് നമുക്ക് പഠിക്കാൻ. പിന്നെ ഉള്ളത് മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1 നമുക്ക് അത്ര പാടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നും അല്ല. നമുക്ക് അതിൻ്റെ അകത്ത് വലിയ ഡെറിവേഷൻസോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രോബ്ലംസിന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല, അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് നമുക്ക് വളരെ ന്യൂമറിക്കൽ ആയിട്ടുള്ള ടൈപ്പ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ 1 വേർഡിൽ കിട്ടുന്ന പ്രോബ്ലംസ്, 1 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്രോബ്ലംസ്. അപ്പൊ അതിനൊക്കെ കുറച്ച് ട്രിക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്, അല്ലെ? മാത്തമാറ്റിക്സ് സോൾവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഗേറ്റിന് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് കുറച്ച് ട്രിക്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഇത് പഠിക്കാനായിട്ട്. അപ്പൊ എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ട്രിക്സും കാര്യങ്ങളും, കുറച്ച് പൊടിക്കൈ, അങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് സിവിലിയൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഏതൊരു എക്സാം വരുമ്പോഴും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യണതിന് മുന്നേ നമുക്കൊരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു പ്ലാനും, അതേപോലെ തന്നെ 2 രീതിയിലുള്ള പ്ലാനുകൾ നമുക്ക് എടുക്കാം. ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു പ്ലാനും എടുക്കാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ചെറിയ ചെറിയ ടാർഗറ്റുകൾ വെച്ചുകൊണ്ടുള്ള പ്ലാനുകളും എടുക്കാം. അപ്പൊ നമുക്കൊരു ഈ 2 ടൈപ്പ് പ്ലാനും നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു പ്ലാനും ഉണ്ടാവണം. അതായത് ഇന്നിപ്പം ഇത് വിളിച്ചു കഴിഞ്ഞാൽ ഇത്ര നാളുകൾക്കുള്ളിൽ എക്സാം ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി ഒരു ഏകദേശ ധാരണ, ഇപ്പൊ PSC എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇന്നിപ്പോ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം എത്ര നാൾ കഴിയുമ്പോൾ എക്സാം ഉണ്ടാവും, ഒരു നോർമൽ റൂട്ടീൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എന്തായാലും ഇത്ര നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു എക്സാം ഉണ്ടാവും. അപ്പൊ ആ എക്സാമിന് മുന്നേ എനിക്ക് തീർക്കേണ്ട ഇന്ന കാര്യങ്ങൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്ന കാര്യങ്ങൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ലോങ് ടേം ഗോളാണ്. ദെൻ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് ടൈം ആയിട്ടുള്ള പ്ലാനുകളും പ്രിപ്പയർ ചെയ്യണം. ഒരു ലോങ് ടൈം പ്ലാനും ഉണ്ടാവണം, അതോടൊപ്പം തന്നെ നമുക്ക് എന്തും വേണം, ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള പ്ലാനുകളും വേണം. അപ്പൊ ഷോർട്ട് ടൈം പ്ലാനുകളിൽ ചിലപ്പോൾ ആ ഷോർട്ട് ടൈം എന്ന് പറയുന്നത് ഒരാഴ്ചയാവാം, അല്ലെങ്കിൽ ഒരു 10 ദിവസത്തെ ഒരു പ്ലാൻ ആവാം. അപ്പൊ അങ്ങനെയുള്ള ചെറിയ 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 പ്ലാനുകൾ എടുത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റുകളെ നമ്മൾ എപ്പോഴും വെക്കാവുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ വളരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പം നമുക്കിപ്പോൾ സമയം വളരെ കുറവായിട്ടുള്ള ഒരാളാണ്, ഞാനിപ്പം ജോലി ചെയ്യുന്ന ഒരാളാണ്. ഈവനിങ് കിട്ടുന്ന കുറച്ച് സമയമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ, പഠിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഞാൻ ഒരു ദിവസം ഒരു മൊഡ്യൂൾ പഠിക്കും, ഒരു 150 ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യും, ഇത്ര പോർഷന്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? അങ്ങനെ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കലി ഫീസിബിൾ ആയിട്ടുള്ള നടക്കുന്ന നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യണം. നമുക്ക് ഇത്ര കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്ലാൻ നമ്മൾ എടുക്കണം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു പ്ലാനും ഉണ്ടാവണം, അതേപോലെ തന്നെ നമുക്ക് എന്താണ് ലോങ് ടൈം ആയിട്ടുള്ള ഒരു പ്ലാനും ഉണ്ടാവണം. അപ്പൊ ഷോർട്ട് ടൈം പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് എടുക്കാവുള്ളൂ. ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ആയിട്ട് എടുക്കരുത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ പ്ലാൻ നമ്മൾ എടുത്ത്
അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ആ പ്ലാന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ചെയ്ത് തീർക്കാനും പറ്റത്തില്ല, പുതിയൊരു കാര്യത്തിലേക്ക് കടക്കാനും പറ്റത്തില്ല. അപ്പൊ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, നമ്മളെ ബാധിക്കും. നമ്മുടെ കോൺഫിഡൻസിനെ അത് ഒരുപാട് ബാധിക്കും. നമ്മുടെ കോൺഫിഡൻസിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് വർക്കൗട്ട് ചെയ്യാനും അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാനുമായിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, നമുക്ക് എടുത്താൽ പൊങ്ങാത്ത തരത്തിലുള്ള ഒരു പ്ലാൻ എടുക്കരുത്. അപ്പൊ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇപ്പൊ എന്നെ കണ്ടിപ്പം ഒരു ദിവസം ഒരു 50 ക്വസ്റ്റിനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതൊരു വലിയൊരു പ്രശ്നമല്ല. എന്നെ കൊണ്ട് ഇപ്പൊ ഒരു 10 ഒന്നും ചെയ്യാൻ പറ്റില്ല, 10 ക്വസ്റ്റിനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. 10 ക്വസ്റ്റിനെ ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിലും ആദ്യമേ 10 ദിവസം ചെയ്യുക. ഇന്നൊരു ദിവസം ഇരുന്ന് 10 ദിവസം ചെയ്യുക. നാളെ അത് ചിലപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് കൂടി കഴിയുമ്പോഴത്തേക്കും 12 ആക്കാൻ പറ്റും, പിന്നെ 15 ആക്കാൻ പറ്റും, 18 ആക്കാൻ പറ്റും, 20 ആക്കാൻ പറ്റും, 30 ആക്കാൻ പറ്റും, 40 ആക്കാൻ പറ്റും, 50 ആക്കാൻ പറ്റും. അപ്പൊ ആ തരത്തിലുള്ള പ്ലാൻ എടുക്കുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ട് പോകുന്ന തരത്തിലുള്ള ഒരു പ്ലാൻ എടുക്കുക. വളരെ റഷായിട്ട് പോയി നമ്മൾ ഇന്ന പോർഷൻസ് നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ എടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ ഏറ്റവും ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് ആണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് ഇത്രയും പോർഷൻസ് ഉണ്ട്, വളരെ വലിയ സിലബസ് ആണ് അല്ലെ. നമ്മുടെ നോർമൽ സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, നമ്മൾ അഡീഷണൽ ആയിട്ട് ഏതൊക്കെ പഠിക്കണം, നമ്മൾ യൂഷ്വലി നടത്തുന്ന എക്സാമുകൾക്കുള്ള പോലെ അല്ല. മാത്സ് പഠിക്കാനുണ്ട്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ തന്നെ അഡീഷണൽ ആയിട്ടുള്ള പോർഷൻസ് വന്നിട്ടുണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ സബ്ജക്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും പോർഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ പോർഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമലി ഉള്ളതിൽ നിന്നും കുറച്ചുകൂടെ കൂടുതൽ പോർഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ, പഠിക്കാൻ കുറെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്കില് എൻ്റെയർ വിഷയങ്ങളിലെ എൻ്റെയർ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ആവശ്യം ശരിക്കും യഥാർത്ഥത്തിൽ ഇല്ല. നമുക്ക് എന്തുമാത്രം മതി, അതായത് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷനിൽ ഏതാണ് ശരിയായ ഉത്തരം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 4 ഓപ്ഷനിൽ ഏതാണ് ശരിയായ ഉത്തരം എന്നുള്ളതാണ് അറിയേണ്ടത്. അല്ലാതെ അതിന്റെ കൂടുതലായിട്ടുള്ള ഫർദർ ആയിട്ടുള്ള സ്റ്റഡീസ് ഒന്നും നടത്തേണ്ട യാതൊരു ആവശ്യമില്ല അല്ലേ. അപ്പൊ അത് മാത്രമല്ല, നമുക്ക് സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ചില ഏരിയാസ് ഉണ്ട്. ഇപ്പൊ ഞാൻ മൊഡ്യൂൾ 4ന്റെയും മൊഡ്യൂൾ 5ന്റെയും കാര്യം പറഞ്ഞു. അത് നമ്മൾ കുറച്ചുകൂടെ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് അല്ലെ. കാരണം കൂടുതൽ വെയിറ്റേജ് ഉള്ള, കൂടുതൽ പോർഷൻസിൽ നിന്ന് കൂടുതൽ മാർക്ക് ഉണ്ട് എന്ന് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് അവർ പറഞ്ഞിരിക്കുകയാണ്. 35 മാർക്ക് അല്ലെങ്കിൽ 25 മാർക്ക് മൊഡ്യൂൾ 4ൽ നിന്നും മൊഡ്യൂൾ 5ൽ നിന്നും ഉണ്ടെന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഏരിയയിൽ നിന്ന് നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, പഠിക്കണം അല്ലെ. അങ്ങനെയുള്ള ഏരിയകൾ നമുക്ക് വിടാൻ പാടില്ല. ബാക്കിയുള്ള പോർഷൻസിന് ഇച്ചിരി സമയം കുറച്ച് കൊടുത്താലും ഈ ഒരു സബ്ജക്റ്റിന് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ സമയം കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഏതൊക്കെ സബ്ജക്റ്റിന് സമയം കൂടുതൽ കൊടുക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ ഒരു എഫക്റ്റീവ് സ്റ്റഡിയുടെ പ്ലാൻ ആണ് അല്ലെ. അതേപോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠനം മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം അല്ലെ. നമ്മൾ കുറെ പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കുറെ പഠിച്ചതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം കിട്ടത്തില്ല. പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിന്റെ വർക്കൗട്ട്, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഒരു ദിവസം നമ്മൾ ഒരു മിനിമം ഒരു 60 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 70 ക്വസ്റ്റ്യൻ നമ്മളൊരു ടാർഗറ്റ് ആയിട്ട് വെക്കുക. അപ്പം അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നവരെ സംബന്ധിച്ച് 100 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ 100 150 ഇപ്പോൾ ഫുൾ ടൈം ആയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു ദിവസം ചെയ്യാൻ പറ്റും. കാരണം അവരുടെ പഠിക്കാൻ ഇത്ര സമയം ഉണ്ടാവും. ഇത്ര സമയം പഠിച്ചതിന് ശേഷം അവർക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം എന്നുള്ള ഒരു സമയം അവർ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എല്ലാവരെയും കൊണ്ടും അങ്ങനെ സാധിക്കണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ മിനിമം ഒരു 50 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 60 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ ഓരോ ദിവസം പഠിക്കുമ്പോഴും ഒരു ദിവസം ഒരു മൊഡ്യൂൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ജിയോ ടെക്നിക്കൽ അല്ലെങ്കിൽ സോയിൽ മെക്കാനിക്സിൽ നമ്മൾ കൺസോളിഡേഷനെ പറ്റി പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കോമ്പാക്ഷനെ പറ്റി പഠിക്കുകയാണ്. അപ്പൊ കോമ്പാക്ഷനെ പറ്റി അല്ലെങ്കിൽ കൺസോളിഡേഷനെ പറ്റി പഠിച്ചതിന് ശേഷം നമ്മൾ ആ കോമ്പാക്ഷനും കൺസോളിഡേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മാക്സിമം ക്വസ്റ്റ്യൻസ് എത്രയാണോ നമുക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുള്ളത് അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. ആ എൻ്റയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് എങ്ങനെയാണ് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചോദിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണ്ടേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ എങ്ങനെയാണ് ഈ ഏരിയയിൽ നിന്ന് ഈ ക്വസ്റ്റ്യനുകളെ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടാണ്, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്.
അപ്പൊ നമ്മൾ ഒരു തവണ നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തറവാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു തവണ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു, സോൾവ് ചെയ്തു, നമുക്ക് അതിനൊരു ആൻസർ കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്, ആ സബ്ജക്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തറവായിട്ട് അറിയാം എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത്. പക്ഷെ എന്ന് കരുതി നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം വന്നിട്ട് ഇപ്പൊ ഞാനിപ്പോ ഒരു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു 6 മാസം മുന്നേ ഞാനൊരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തു, അപ്പൊ വർക്ക്ഔട്ട് ചെയ്ത് ഞാൻ തീർത്ത്. പിന്നെ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വലിയ ടച്ച് ഒന്നുമില്ല ആ സബ്ജക്റ്റുമായിട്ട്. 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു സബ്ജക്റ്റുമായിട്ട് ടച്ച് ഇല്ലെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യണം, ഒന്നോടെ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അന്ന് ഞാനത് വർക്ക്ഔട്ട് ചെയ്തായിരുന്നു, അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലുണ്ടാവും എന്നുള്ള രീതി ചിന്തിക്കരുത്. അപ്പൊ അത് ഒന്നോടെ വർക്ക്ഔട്ട് ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ല എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പഠിച്ചതിന് ശേഷം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ റിവിഷൻ എന്നുള്ള ഇത്. എത്രമാത്രം നമ്മൾ റിവൈസ് ചെയ്യുമോ അത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം റിവിഷന്. അപ്പൊ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻസ് എന്തിനും കൊടുക്കണം, റിവിഷന് കൊടുക്കണം. റിവിഷൻ ചെയ്യാനായിട്ടുള്ള സമയം നമ്മൾ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തണം. അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം മാത്രമല്ല നമ്മൾ കൊടുക്കേണ്ടത്, എല്ലാ ദിവസവും റിവിഷൻ ചെയ്യാനായിട്ടുള്ള ഒരു സമയവും നമ്മൾ കൊടുക്കണം. ഇപ്പൊ റിവിഷൻ ചെയ്യണത് ഒന്നുകിൽ ഏറ്റവും ഏർലി മോർണിംഗ് നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു രാത്രിയിൽ കിടക്കുന്നതിന് തൊട്ട് മുന്നേ റിവൈസ് ചെയ്തിട്ട് വേണേൽ കിടക്കാം. ഇപ്പൊ ചില സമയത്ത് നമുക്കൊരു മൂഡ് ഓഫ് ആണെന്ന് വിചാരിക്കും, ഇപ്പൊ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് ഒരു മൂഡില്ല, അല്ലെങ്കിൽ നമ്മൾ ആകെ ഡെസ്പായിട്ടിരിക്കുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പ്രതീക്ഷയൊക്കെ മാറി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്ലാൻ ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല. നമ്മൾ നേരെ ഒരു ബുക്ക് എടുക്കുക, ബുക്ക് എടുത്ത റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മളത് പ്രോപ്പർലി നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ അകത്തുള്ള വേർഡ്സ് എല്ലാം വായിച്ചു പോയാലും അതെന്തായി, അതൊരു റിവിഷനായി. ഒന്നും ഇല്ലാത്തടത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ആ വേർഡുകൾ മെമ്മറൈസ് എങ്കിലും ചെയ്യുവാണ്, അല്ലെങ്കിൽ നമ്മുടെ തലയിലേക്ക് ആ വേർഡുകളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ജസ്റ്റ് ഒരു ബുക്ക് എടുത്തിട്ട് അതിന്റെ താളുകൾ മറിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പോലും അതിൻ്റെ അകത്ത് എന്താണ്, വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മെക്കാനിക്കൽ ആയിട്ടാണെങ്കിൽ പോലും ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ കിടന്നുറങ്ങണതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് വാക്കുകൾ എന്തൊക്കെയാണെന്നൊന്ന് മറിച്ച് നോക്കുന്നത് പോലും ഒരു റിവിഷൻ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, പ്രോപ്പർ റിവിഷൻ നടന്നില്ലെങ്കിൽ മാത്രം, പ്രോപ്പർ റിവിഷൻസ് നടക്കാതെ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന അങ്ങനെ ഉള്ള ചില സമയങ്ങളിൽ നമുക്ക് മൂഡൊന്നും ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ മൂഡില്ലാതെ നേരെ വരുമ്പോഴത്തേക്ക് നമ്മൾ നേരെ എന്താണ്, ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടാനാണ് പോകാറുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യാതെ നമ്മൾ പരമാവധി നമ്മളെ മാറ്റി വെച്ചിരിക്കുന്ന സമയം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാനായിട്ടുള്ള അതിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെയാണ് നമ്മുടെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അപ്പൊ ഷോർട്ട് നോട്ട്സ് നമ്മൾ ഈ ഒരു വർക്കൗട്ട് എഫക്റ്റീവ് നമ്മൾ പഠനത്തിന് ശേഷം വർക്കൗട്ടുകൾക്കൊക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമ്മുടെ ആക്ച്വൽ നോട്ട് ഒരു ബുക്ക് നമുക്കുണ്ടെങ്കിൽ ആ ആക്ച്വൽ നോട്ടിന്റെ അതിന്റെ ഒരു 2-3 പേജിൽ, മാക്സിമം 2-3 പേജിൽ നമ്മൾ തീർക്കുന്ന അങ്ങനെയുള്ള കണ്ടന്റിനാണ് നമ്മൾ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ആദ്യമേ ഷോർട്ട് നോട്ട്സ് തന്നെ നമ്മൾ പലതവണ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇപ്പം ഫസ്റ്റ് ഞാനൊരു സബ്ജക്ട് പഠിച്ചു, ഇപ്പൊ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഞാൻ പഠിച്ചതിന് ശേഷം എനിക്ക് അതിന്റെ ഒരു ക്ലാസ് നോട്ട് എന്ന് പറഞ്ഞാൽ സപ്പോസ് വിചാരിക്കും 100 പേജുള്ള ഒരു നോട്ട്ബുക്കാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചതെന്ന് വിചാരിക്കുക. അതിനെ ഞാൻ ആദ്യമേ ഷോർട്ട് നോട്ട് ആക്കി വരുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണല്ലോ, ഈ ഒരു സബ്ജക്ട് എല്ലാ പോയിന്റ്സും മാർക്ക് ചെയ്യണം, ഓരോ പോയിന്റ് കാണുമ്പോഴും ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ എഴുതി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു 30 പേജ് ഉണ്ടായിരുന്നു തരാം. 100 പേജിന്റെ ഒരു നോട്ടിന് ആദ്യമേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഷോർട്ട് നോട്ട് എത്രയായി, 30 പേജായി. അപ്പൊ ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ വരും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അതിന്റെ ഡെപ്തിൽ പഠിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലാവും, 30 പേജിന്റെ വേണ്ട, 30 പേജിന് എനിക്ക് എത്രയാക്കി ചുരുക്കാം, 10 പേജാക്കി ചുരുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവും. ആ 10 പേജിനെ വീണ്ടും എനിക്ക് എന്ത് ചെയ്യാം, 2-3 പേജിലേക്ക് എനിക്ക് ഏറ്റവും ഷോർട്ടായിട്ട് എനിക്ക് അതിനെ സമ്മറൈസ് ചെയ്യാൻ പറ്റും. ബാക്കി കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാവും. ജസ്റ്റ് അതിന്റെ എന്ത് മാത്രം എഴുതിയാൽ മതിയാവും, അതിന്റെ ആ വേർഡ്സ് മാത്രം എഴുതിയാൽ, അല്ലെങ്കിൽ ആ ടൈറ്റിൽ മാത്രം എഴുതി കഴിഞ്ഞാൽ ആ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. ആദ്യം നമ്മൾ എത്ര പേജിന്റെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും, ആദ്യമേ 30 പേജിന്റെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും പഠിക്കുന്ന സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. പക്ഷെ അത് ഒരു പ്രശ്നമല്ല, ആദ്യമേ 30 പേജിന്റെ ഷോർട്ട് നോട്ട് ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ അത് 10 പേജാക്കി ചുരുക്കണം, പിന്നെ അതൊരു 3 പേജാക്കി ചുരുക്കണം. പരമാവധി ഈ 2-3 പേജിൽ നമ്മുടെ ഒരു സബ്ജക്റ്റിന്റെ ഷോർട്ട് നോട്ട് നമ്മൾ ചുരുക്കാനായിട്ട് ഉള്ള രീതിയിലേക്ക് നമ്മൾ ആയി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ അത്രയും തറവായിട്ടുള്ള ഒരു നോളജ് കിട്ടുക എന്നുള്ളതാണ്
അതിൻ്റെ അകത്തെ കാര്യം. അപ്പൊ ഈ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മുടെ പഠനത്തെ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പം നമ്മൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ നമ്മൾ പഠിക്കുക. എയുടെ ബാക്കിയുള്ള എക്സാമുകൾ, അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗിന്റെ ബാക്കിയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ടും നമുക്കിത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലേ. ഇത് ഇന്നോ നാളെയോ തീരുന്ന ഒരു പ്രോസസ്സ് അല്ല, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമുക്കിത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇത്രയും നോളജ് നമ്മൾ അക്വയർ ചെയ്യുകയാണ്. നമ്മളിപ്പം നോർമലി നമ്മുടെ ബിടെക്കിൽ നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചു, പക്ഷെ അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് ആ ഒരു കാലത്തുണ്ടായിരുന്നില്ല. നമുക്ക് എത്രയും കുറച്ച് മാർക്ക് കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ അത്രയും ഇതായിട്ടൊന്നും നമ്മൾ പോയില്ലായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തിലൊന്നും നമ്മൾ അതിന്റെ കൺസെപ്റ്റുകളൊന്നും അത്ര ക്ലിയർ ആയിട്ടൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഒരു പഠിക്കാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുക, കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടൊരു അവസരം കിട്ടിയിരിക്കുക. അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് വഴി നമുക്ക് കുറച്ചുകൂടെ ഒരു നോളജ് നമുക്ക് കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് അതെന്തായാലും നമുക്ക് യൂസ്ഫുൾ ആവാനേ തരമുള്ളൂ, അല്ലാതെ നമുക്ക് ഒരു തരത്തിലും അത് മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന ഈ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പഠിക്കാൻ എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ പ്ലാനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡിയും വർക്കൗട്ടും റിവിഷനും ഷോർട്ട് നോട്ട് പ്രിപ്പറേഷനും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഈ തരത്തിലുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഹെൽപ്പും ഇവിടെ സിവിലിയൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഇവിടെ പറഞ്ഞ കോഴ്സുകൾ അല്ലെങ്കിൽ ഈ മൊഡ്യൂൾ 1ന്റെ കേസിലും അതുപോലെ തന്നെ മൊഡ്യൂൾ 5ന്റെ കേസിലും അങ്ങനെ ഉള്ള അഡീഷണൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് പോലും ഉള്ള സപ്പോർട്ട് നമ്മുടെ സിവിലിയൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. Start your preparations for engineering competitive exams from top educators. Learn from the best.